നമ്മൾ എന്ത് സാധനം ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ തന്നെ ഒരു 1000 രൂപ കൂടുതലുള്ള സാധനമൊക്കെ മേടിക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ കോടികൾ മുടക്കിയിട്ട് ഒരു മാസം പോലും ഗ്യാരണ്ടി കിട്ടാത്തൊരു സംഭവമുണ്ട്. എന്താണെന്നല്ലേ, ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനമൊന്നുമല്ല. ഏകദേശം ഒരുപാട് കോടി, ഒരു 7-8 കോടിയൊക്കെ മുടക്കി നിർമ്മിച്ച കേരള കർണാടക അന്തർ സംസ്ഥാന പാതയാണ്. കൂട്ടുപുഴ മാക്കൂട്ടം ചുരം പാതയാണ്. അപ്പോൾ ഇതിൻ്റെ ടാറിങ്ങൊക്കെ പൂർത്തിയായതിനു ശേഷം ശരിക്കും ഒരു മാസം പോലും ഈ ടാറിങ് കിട്ടിയില്ല. പുതിയ ടാറിങ്ങാണ്, കോടികൾ മുടക്കിയിട്ട് ചെയ്തതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ ഇതിലൂടെ വരുന്ന യാത്രികരോട് അവരുടെ ദുരിതങ്ങൾ എന്തൊക്കെയാണ്, ഇനി അധികൃതർ എന്തൊക്കെ ചെയ്യണമെന്നും നമുക്ക് അവരോട് തന്നെ ഒന്ന് നേരിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ 2 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഞാനിപ്പം ഗോണിക്കുപ്പയ്ക്ക് പോകുന്ന ഒരു വഴിയാണ്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ആയിരക്കണക്കിന് വണ്ടികൾ ദിവസവും, അതായത് കേരളവും കർണാടകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഒരു പാതയാണ് ഈ പാത. കൂട്ടുപുഴയിൽ നിന്ന് വീരാപ്പേട്ട വഴി മൈസൂർ, ബംഗളൂരു പോകുന്ന പാത. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ, അതുപോലെ വിദ്യാർത്ഥികൾ, അതുപോലെ ജോലി ചെയ്യുന്നവർ, അന്നത്തെ അന്നം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ, അതുപോലെ കല്ലും കൊണ്ട് പോകുന്ന ആൾക്കാർ, അങ്ങനെ ധാരാളം ആൾക്കാർ, നിരന്തരമായ മലയാളികളായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടൊരു പ്രദേശം ഈ റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു 3 മാസം മുമ്പ് ഏകദേശം 12 കോടി ചിലവിൽ നവീകരിച്ചൊരു പാതയുടെ അവസ്ഥയാണിത്. ഇപ്പോൾ കാണുന്നത് ഈ തൊലിപ്പുറത്ത് മരുന്ന് വെച്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞ പോലുള്ള കാഴ്ച നമ്മളിവിടെ കാണുന്നത്. എത്രത്തോളം അഴിമതിയാണ് ഇവിടെ ഈ വികസന കാര്യത്തിൽ നടക്കുന്നുള്ള ഇതിലും വലിയ സ്പഷ്ടമായൊരു തെളിവ് നമുക്കില്ല. അതുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അനുകൂല ഘടകങ്ങളുണ്ട്. കാരണം നമ്മുടെ കേരളവും അതുപോലെ കർണാടകവും ഭരിക്കുന്ന ഒരേ കക്ഷിയാണ്, ഒരു കോൺഗ്രസ് കക്ഷിയാണ് 2. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഇരിട്ടിയെ സംബന്ധിച്ച്, നമ്മുടെ പേരാർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ കുട്ടിയുടെ അടക്കം നമ്മുടെ ബഹുമാനായ MLA ഇന്നവിടുത്തെ മന്ത്രിയാണ്. അതുപോലെ പ്രിയങ്കരനായ നമ്മുടെ കർണാടകത്തിലെ പൊന്നണ്ണ എന്ന് പറഞ്ഞാൽ വീരാപ്പേട്ട പ്രതികരിക്കുന്ന MLA കൂടെയാണ്. ഈ 2 സർക്കാരും കൂടെ ഒരുമിച്ച് യോജിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഈ പ്രശ്നങ്ങൾ, അതുപോലെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്കറിയാം. കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞിരിക്കുന്നു. ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കൊട്ടിയൂർ, അതുപോലെ പറശ്ശിനിക്കടവ്, മാമാനിക്കുന്ന്, വയത്തൂർ ക്ഷേത്രത്തിലേക്കും പോകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ 2 സർക്കാർ, 2 MLAമാരും ഉടനടി ബന്ധപ്പെട്ട് സാധ്യമായ നടപടികൾ, അല്ല ഇപ്പം മൺസൂണാണ് എങ്കിലും സാധ്യമായ നടപടികളെല്ലാം എത്രയും പെട്ടെന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ, അല്ലാതെ തൊക്കിൻ്റെ മുകളിൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോഴല്ല, ഇത് ശാശ്വതമായി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതി തയ്യാറാക്കിയിട്ട് ഈ റോഡിൻ്റെ പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ഒരു അഭ്യർത്ഥനയാണ്. ഞാനിതിൽ സ്ഥിരമായിട്ട് കല്ലും കൊണ്ട് പോകുന്ന ഒരു ഡ്രൈവറാണ്. കല്ലും വണ്ടിയിലാണ് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കോർണർ വേസ്റ്റൊക്കെ ഇട്ടിട്ട് കൊണ്ടുവിട്ടിട്ടുണ്ട്. തൽക്കാലം ഒരു ആശ്വാസം. ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടുവാണെങ്കിൽ വാഹനം കൊണ്ട് ലോഡും വണ്ടി അധികം ഇതിലെ കൂടെ പാസ് ചെയ്യുന്നത്. ഒരു വണ്ടി 2 വണ്ടി എന്നല്ല, ഒരു താഴെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു വണ്ടി അവിടെ വഴിക്കായിട്ടുണ്ട്. ഇത് അഗാധമായ കുഴിയാണ്. അതിൽ വന്നിട്ട് വണ്ടി ഇങ്ങനെ വഴിക്കായിട്ട് ഒരെണ്ണാടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ പാതിരാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ലാത്തൊരു മേഖലയാണിത്. ഫോൺ റേഞ്ച് പോലും ഇല്ല. ഫോണ് റേഞ്ചില്ല. ഒരു വെള്ളം കിട്ടാനോ ഒരു ഭക്ഷണം കിട്ടാനോ ഒരു മാർഗ്ഗമില്ലാത്തൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട ഒരു നടപടിയെടുത്ത് ചെയ്തു തരണമെന്നാണ് എന്നെപ്പോലത്തുള്ള വണ്ടിക്കാർ ആഗ്രഹിക്കുന്നത്. തൽക്കാലം അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഇതിപ്പം 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് തെറിച്ചു പോകും. ഇതൊരു നിൽക്കൂല. ഈ വണ്ടിയും കൊണ്ട് പോകുന്നതുകൊണ്ട് റോഡിൻ്റെ പണീനെ പറ്റിയൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്. അപ്പോൾ ഇത് നിൽക്കില്ല, ഒരു കാരണവശാലും ഇതിപ്പോൾ ഇട്ടത് കൊണ്ട് ನಿಲ್ಕಿಲ್ಲ. ಶಕ್ತമായ ഒരു ಮഴ വന്നു കഴിഞ്ഞാൽ പോണ്ടേ ഉള്ളൂ. ಇದು ಅಪಘಡമാണ്. ಇಲ್ಲಿಂದ ಒಂದು 5 ಕಿಲೋಮೀಟರ್ ವರ್ಸ್ಟ್ ಆಗಿದೆ ರೋಡು. ಮಿನಿಮಮ್ ಅಲ್ಲಿಂದ ಬಾರ್ಡ್ರಿಂದ ಇಲ್ಲ ಒಂದು 5 ಕಿಲೋಮೀಟರ್ ಬ್ಯಾಕ್ ಗಂಟೆ ಬರೋದಕ್ಕೆ ಏನಿಲ್ಲ ಅಂದರೂ ಒಂದು 30 ಮಿನಿಟ್ಸ್ ತಗೊಳ್ತೇವೆ. ಇಲ್ಲಿಂದ ಇಲ್ಲಿಗೆ ತಗೊಳ್ಳೋದಕ್ಕೆ 30 ಮಿನಿಟ್ಸ್ ತೊಗೊತದೆ. ವರ್ಸ್ಟು ರೋಡು ಫಸ್ಟು ರೆಡಿ ಮಾಡಿಸ್ಬೇಕು. ಮತ್ತು ಲಾರಿ ಎಲ್ಲ ಕೆಟ್ಟು ನಿಲ್ಲುತ್ತೆ. ವೆರಿ ಪ್ರಾಬ್ಲಮ್ ബ്രോ. വെരി ബാഡ്. ഞങ്ങളിപ്പോ വിരാജ്പേട്ടയിൽ നിന്ന് വരുന്നതാണ്. എങ്ങനെയുണ്ട് നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥ? ഈ റോഡ് ഒരു 4-5 കിലോമീറ്റർ വളരെ ശോചനീയാവസ്ഥയിലുള്ളത്. കാരണം ഒരു കുഴി ഇപ്പൊ മണ്ണിട്ട് കുറച്ച് മൂടിയെന്ന് തോന്നുന്നു. ആശ്വാസമാക്കി തോന്നുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ അധികൃതരോട് പറയാനുള്ളത്?
എന്ത് എത്രയും പെട്ടെന്ന് ഇന്ന് ശരിയായി കിട്ടണം അതന്നെ. ഞങ്ങൾ വല്ല സംസ്ഥാനങ്ങൾ തമ്മിലുള്ള റോഡ്, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള റോഡല്ലേ, അപ്പം എത്ര യാത്രക്കാർ പോകുന്ന, അതുപോലെ ഒരുപാട് ലോഡും വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാണ്. വണ്ടി പണിയാൻ വലിയ പണിയൊന്നും ഇല്ല. ഇത് ഈ റോട്ടിൽ പോയാൽ നിത്യവും പണിയെടുക്കേണ്ടി വരും വണ്ടി. എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം അതന്നെ. എന്നപ്പോ നല്ല മോശമായിട്ട് തന്നെ ഉണ്ട്. നല്ല മോശമായിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ കുറച്ച് കോർവേഷൻ കൊണ്ടിട്ടിട്ടുണ്ട്. ഇത് കൊണ്ട് തൃപ്തിയാവോ? ഇല്ല, തൃപ്തിയാവൂല. ആവൂല. എന്താ അപ്പൊ നല്ലൊരു റോഡ് വരണം, അധികൃത റോഡ്, നല്ലൊരു റോഡ് വരണം. ഇപ്പൊ നല്ലൊരു റോഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ വണ്ടി അടിക്കലും കംപ്ലൈൻറ്റും അങ്ങനെയല്ല ഉള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണച്ചെലവും കൂടി വളരെ നഷ്ടത്തിലാണിപ്പം. എന്താന്ന് പറഞ്ഞാൽ അതേപോലെ മെയിൻ്റനൻസ് ഈയിലെ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ടയർ മാറ്റില്ല, ലീഫ് പൊട്ടില്ല, ആക്സിൽ കെട്ടാൽ ഇതെല്ലാം അവസ്ഥ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല. ആരോടാ പറയണ്ടേ, എന്താ ചെയ്യേണ്ടത് ഒരു നിവൃത്തിയില്ലാത്തൊരു കേസാണ്. നിങ്ങളെയൊക്കെ പരാതി അനുസരിച്ച് ഇപ്പൊ കുറച്ച് കോർവേഷൻ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരു കാര്യവുമില്ല. ഇത് ഒരാഴ്ച 2 ദിവസം, ഇത് പുതിയ റോഡല്ലേ, 2 ദിവസം കൊണ്ട് ಇದೆಲ್ಲ പോകും. ಈ ಮಳೆയും കാര്യങ്ങളಲ್ಲ ಇದೆಲ್ಲ ನಲ್ಲೊരു ಕಂಡೀಷನ್ ചെയ്യുകയാണെങ്കിൽ ಓಕೆಯಾ. ಗುಂಡಿ ರೋಡು ಎಲ್ಲ ಪೂರಿ ಇಲ್ಲಿಂದ ಅಷ್ಟೆಲ್ಲ ಚೆನ್ನಾಗೇ ಇಲ್ಲ, ಕೆಳಗಂಡೂ ಚೆನ್ನಾಗಿಲ್ಲ, ಸ್ವಲ್ಪ ಮಾಡವ್ರೆ, ಇದು ಅರ್ಧಂಬರ್ಧ ಮಾಡ್ಬಿಟ್ಟು ಹೋಗೋರೆ. എന്താ പറയാനുള്ളത് അധികൃതരോട്? ಚೆನ್ನಾಗಿಲ್ಲ, ಎಲ್ಲ ಗುಂಡಿ, ಟೈರ್ ಎಲ್ಲ ತಿಂದು ಹೋಯ್ತೈತೆ ಬೇಗ. വണ്ടി ഓക്കെ? ಎಲ್ಲ വണ്ടി ಓಡ್ಸೋಕೆ ಆಗಲ್ಲ, ಎಲ್ಲ എത്തി എസിത്തത് ಗಾಡಿನೇ. നമ്മൾ ഗോണിക്കുപ്പയ്ക്ക് പോകുന്നതാണ്. സ്ഥിരം രാവിലെയും വൈകുന്നേരം നമ്മൾ ഈ വഴിക്ക് യാത്ര ചെയ്യുന്നതാണ്. റോഡ് വളരെ മോശമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് റോഡ് മൊത്തം പോയി യാത്ര ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിട്ടാണ് ഉള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര. നമ്മുടെ കേരളത്തിലെയും സംസ്ഥാനത്തെയും കർണാടകത്തിലെയും MLA-മാരെല്ലാം നോക്കി ഈ റോഡൊന്ന് പെട്ടെന്ന് നന്നാക്കി തരുവായിരുന്നെങ്കിൽ നമുക്ക് നല്ലതാണ്. യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോറ വേസ്റ്റ് ഇന്നിട്ടതാണ്. കുറച്ച് വാർത്തകൾ നമ്മുടെ നാട്ടിലുള്ള ചാനലുകാർ നിങ്ങളെല്ലാം കൂടെ ട്രൂ മീഡിയ എല്ലാം കൂടി ആണെന്ന് തോന്നുന്നു. വാർത്ത ചെയ്തതിന് ശേഷമാണ് ഇപ്പം ഒന്ന് കോറ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച്. അതുകൊണ്ട് തൽക്കാലം ഒരു ആശ്വാസം. 2 ദിവസം കഴിയുമ്പോൾ മഴ പെയ്താൽ വീണ്ടും ഇത് പോവും, പഴയപടിയാവും. ഇതാണ് പുതിയ റോഡുമാണല്ലേ? ഇത് പുതിയ റോഡുമാണ്. 1 മാസം 3 മാസം പോലും കിട്ടിയില്ല. 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസം 2 മാസം ആകുന്നതേ ഉള്ളൂ ഈ റോഡ് ടാർ ചെയ്തിട്ട്. അവസാനം ടാർ ചെയ്താണ് ആദ്യം പോയത്. അതാണ് എൻ്റെ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോൾ യാത്രക്കാർ ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തിയായി നമ്മുടെ മാക്കൂട്ടം കൂട്ടുപുഴ പെരുമ്പാടി ചുരം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ ശോചനീയമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ നിരന്തരം വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. എന്തായാലും നമ്മുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു റോഡാക്കി വർഷങ്ങളോളം നല്ല രീതിയിൽ പേച്ച് വർക്കില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വർക്കായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നമ്മുടെ മാക്കൂട്ടം ചുരം പാതയിൽ നിന്നും ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ട്രൂ മീഡിയ കേരള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് പട്ടാമ്പി.